പരസ്പരം പോരടിച്ചിരുന്ന സംസ്ഥാന സർക്കാരും ഗവർണറും ഒത്തുകളിച്ച് ചട്ടവിരുദ്ധ നടപടികളുമായി മുന്നോട്ട്. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ വിസി ആയവർക്ക് വിരമിച്ച ശേഷവും വിസിയുടെ കാലാവധി നീട്ടി നൽകിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചട്ടവിരുദ്ധ ഉത്തരവ്. ഈ മാസം 31-ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന കുസാറ്റ് മാനേജ്മെന്റ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ വി.പി. ജഗതിരാജനാണ് റിട്ടയർമെന്റിന് ശേഷവും വൈസ് ചാൻസലറുടെ ചുമതലയിൽ തുടരാൻ അനുമതി നൽകി ഗവർണർ ഉത്തരവിട്ടത്. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ വിസി ആയവർക്ക് വിരമിച്ച ശേഷവും വിസിയായി തുടരാൻ അനുമതി നൽകുന്നത് സംസ്ഥാനത്ത് ഇത് ആദ്യമായാണ്. ഓപ്പൺ യൂണിവേഴ്സിറ്റി വിസി ആയിരുന്ന ഡോക്ടർ മുബാറക് പാഷ വിസി പദവി ഒഴിഞ്ഞതിനെ തുടർന്ന് ഡെപ്യൂട്ടേഷനിൽ കഴിഞ്ഞ മാസമാണ് ഡോക്ടർ വി.പി. ജഗതിരാജനെ താൽക്കാലിക വിസിയായി നിയമിച്ചത്. കണ്ണൂർ സർവകലാശാല വിസിയുടെ ചുമതല നൽകിയിട്ടുള്ള കൊച്ചിൻ സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ബിജോയ് നന്ദനും ഈ മാസം 31-ന് സർവീസിൽ നിന്നും വിരമിക്കും. ഡെപ്യൂട്ടേഷനിൽ വിസിയായി നിയമനം ലഭിച്ചിട്ടുള്ള ബിജോയ് നന്ദനും റിട്ടയർമെന്റ് ശേഷം സ്ഥിരം വിസിയെ നിയമിക്കുന്നതുവരെ തുടർ നിയമനം നൽകുമെന്നാണ് വിവരം. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് സാങ്കേതിക സർവകലാശാല വിസിയുടെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ സിസ തോമസിന്റെ കാര്യത്തിൽ അവരെ നിയമിച്ച ഗവർണർ പോലും സ്വീകരിച്ചത്. 2023 മാർച്ചിൽ സർവീസിൽ നിന്നും വിരമിച്ചതിനെ തുടർന്ന് സിസ തോമസിന് വിസിയായി തുടരാൻ ഗവർണർ അനുമതി നൽകിയിരുന്നില്ല. പകരം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിസിക്ക് അധിക ചുമതല നൽകുകയായിരുന്നു. ഗവർണർ സർക്കാർ വടംവലി സജീവമായി നിന്നിരുന്ന സമയമായതിനാൽ സർക്കാരിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിസി പദവി സ്വീകരിച്ച സിസ തോമസിനെതിരെ സർക്കാർ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിന്റെ ശിക്ഷാ നടപടികൾ റദ്ദാക്കിയതാണ് സിസ തോമസിന് ആശ്വാസമായത്. സിസ തോമസിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും കോടതി അപ്പീൽ സ്വീകരിച്ചില്ല. വിരമിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ സർക്കാർ പൂർണ്ണമായും തടഞ്ഞുവച്ചിരിക്കുകയാണ്. നിയമനം നൽകിയ ഗവർണർ പോലും ഇക്കാര്യത്തിൽ ഇടപെട്ടില്ലെന്നിരിക്കെയാണ് ഗവർണറുടെ ഇപ്പോഴത്തെ വിചിത്ര നടപടി. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് രൂപപ്പെട്ട CPM BJP അന്തർധാരയുടെ തുടർച്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ നിലവിലെ വിരമിക്കൽ പ്രായം 60 സർക്കാർ സർവീസിലേത് 56. 60 വയസ്സ് പൂർത്തിയായ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായവർക്ക് വിസിയായി തുടരാൻ അനുമതി നൽകിയ ഗവർണർ 56 വയസ്സിൽ വിരമിച്ച സിസ തോമസിന് തുടരാൻ അനുമതി നൽകിയില്ലെന്നതും വിരോധാഭാസമാണ്. സിസ തോമസിന്റെ കാര്യത്തിൽ സർക്കാരിനുള്ള നീരസം മറ്റു വിസിമാരുടെ കാര്യത്തിൽ ഇല്ലെന്ന് അറിയുന്നു. KTU താൽക്കാലിക വിസി 6 മാസക്കാലത്തിൽ കൂടുതൽ തുടരാൻ സർവകലാശാല നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നാണ് സർക്കാർ കണ്ടെത്തിയ ന്യായം. എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഡിജിറ്റൽ സർവകലാശാല വിസി ഡോക്ടർ സജി ഗോപിനാഥ് KTU വിസിയായി തുടരുകയാണ്. അതിന് നിയമ തടസ്സമില്ലെന്നാണ് സർക്കാരിന്റെ പുതിയ വിശദീകരണം.